ഹായ്! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് PSC ബുള്ളറ്റിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ്. ഇനി വരുന്ന കേരള PSCയുടെ പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള നമ്മുടെ റാങ്ക് മേക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത സർജിക്കൽ റോബോട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത സർജിക്കൽ റോബോട്ട് SSI മന്ത്ര. SSI മന്ത്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത സർജിക്കൽ റോബോട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത സർജിക്കൽ റോബോട്ടാണ് SSI മന്ത്ര. ഇനി ഇവിടെ പഠിച്ചു വയ്ക്കുക, SSI മന്ത്ര സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത സർജിക്കൽ റോബോട്ടായിട്ടുള്ള SSI മന്ത്ര സ്ഥാപിച്ചിട്ടുള്ളത് പൂനെയിലെ നോബിൾ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പൂനെയിലെ നോബിൾ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്ററിലാണ് SSI മന്ത്ര സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി SSI മന്ത്രയ്ക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. SSI മന്ത്രയ്ക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ്. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ് SSI മന്ത്രയ്ക്ക് അംഗീകാരം നൽകിയത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത സർജിക്കൽ റോബോട്ടാണ് SSI മന്ത്ര. SSI മന്ത്ര സ്ഥാപിച്ചിട്ടുള്ളത് പൂനെയിലെ നോബിൾ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്ററിലാണ്. ഇനി SSI മന്ത്രയ്ക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം. സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ചോദിച്ചാൽ നിലവിൽ ഏതാണ്? ശനിയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി. നിലവിൽ ആരായിരുന്നു? മുൻപ് വ്യാഴമായിരുന്നു അല്ലേ? ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ചോദിച്ചാൽ വ്യാഴമായിരുന്നു. അപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ചോദിച്ചാൽ ശനിയാണ്. ശനിയുടെ ടോട്ടൽ ഉപഗ്രഹങ്ങളുടെ എണ്ണം കൂടി പഠിച്ചു വയ്ക്കുക, 274 ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത് കേട്ടോ. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് കൊച്ചിയിലാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടും അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും ചേർന്നുകൊണ്ടാണ് ബസ് സർവീസ് ആരംഭിക്കുന്നത് കേട്ടോ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും BPCLും സിയാലും ചേർന്നുകൊണ്ടാണ് കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ പഠിച്ചു വയ്ക്കുക, ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ചോദിച്ചാൽ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ കേരളത്തിൽ എവിടെയാണ്? കൊച്ചിയിലാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് BPCLും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടും ചേർന്നുകൊണ്ടാണ്, സിയാലും ചേർന്നുകൊണ്ടാണ് കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ചത്. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായി KSRTC ബസ്സിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ചത് തൃപ്പങ്ങോട് പഞ്ചായത്ത്. എവിടെയാണ്? തൃപ്പങ്ങോട് പഞ്ചായത്തിലാണ്. തൃപ്പങ്ങോട് പഞ്ചായത്തിലാണ് കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ തൃപ്പങ്ങോട് പഞ്ചായത്ത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. തൃപ്പങ്ങോട് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്?
തൃപ്പങ്ങോട് പഞ്ചായത്തിലാണ്. ഇന്ത്യയിലെ 58ാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ച മാധവ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിലെ 58ാമത്, നമ്പേഴ്സ് എല്ലാം വളരെ കൃത്യമായി തന്നെ പഠിച്ചു പോവുക. ഇന്ത്യയിലെ 58ാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ച മാധവ് ദേശീയോദ്യാനം. മാധവ് ദേശീയോദ്യാനം ഇന്ത്യയിലെ 58ാമത് കടുവാ സങ്കേതമാണ്. അപ്പോൾ മാധവ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് മാധവ് ദേശീയോദ്യാനം. ഇന്ത്യയുടെ 58ാമത് കടുവാ സങ്കേതമാണ് മാധവ് ദേശീയോദ്യാനം. മാധവ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ ചോദിക്കാം, ഇന്ത്യയുടെ 57ാമത് കടുവാ സങ്കേതം. ഇന്ത്യയുടെ 57ാമത് കടുവാ സങ്കേതം ചോദിച്ചാൽ ഏതാണ്? രഥപാനിയാണ്. രഥപാനിയാണ് ഇന്ത്യയുടെ 57ാമത് കടുവാ സങ്കേതം. അപ്പോൾ രഥപാനി ഏത് സംസ്ഥാനത്താണ്? രഥപാനി മധ്യപ്രദേശിലാണ്. രഥപാനി മധ്യപ്രദേശിലാണ്. അപ്പോൾ രഥപാനി മധ്യപ്രദേശിലെ 8ാമത് കടുവാ സങ്കേതമാണ്. രഥപാനി മധ്യപ്രദേശിലെ 8ാമത് കടുവാ സങ്കേതമാണ്. മാധവ് 9ാമത് കടുവാ സങ്കേതമാണ്. മധ്യപ്രദേശിലെ 9ാമത് കടുവാ സങ്കേതം ചോദിച്ചാൽ അത് മാധവ് ദേശീയോദ്യാനമാണ്. ഇന്ത്യയിലെ 58ാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ച മാധവ് ദേശീയോദ്യാനം മധ്യപ്രദേശിലെ 9ാമത് കടുവാ സങ്കേതമാണ്. മധ്യപ്രദേശിലെ 8ാമത് കടുവാ സങ്കേതം ചോദിച്ചാൽ അത് രഥപാനിയാണ്. ഇന്ത്യയിലെ 57ാമത് കടുവാ സങ്കേതമാണ് രഥപാനി. കേരളത്തിലെ ആദ്യ ബയോ ജില്ല. കേരളത്തിലെ ആദ്യ ബയോ ജില്ല ചോദിച്ചാൽ ഏതാണ്? കേരളത്തിലെ ആദ്യ ബയോ ജില്ല കാസർഗോഡ്. കാസർഗോഡാണ് കേരളത്തിലെ ആദ്യ ബയോ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? രേവ. രേവയിലാണ് കേട്ടോ. രേവ മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ രേവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം എവിടെയാണ് വരുന്നത്? രേവയിലാണ്. രേവ മധ്യപ്രദേശിലാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ് കേട്ടോ. ഇന്ത്യയുടെ ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശാണ് ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത് രേവയിലാണ്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേര്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേര് ചോദിച്ചാൽ വിജയ് ദുർഗ് എന്നതാണ്. വിജയ് ദുർഗ് ആണ് കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേര്. അപ്പോൾ പഴയ പേരെന്തായിരുന്നു? വിജയ് ദുർഗ് എന്നത് പുതിയ പേരാണ്. പഴയ പേര് ചോദിച്ചാൽ ഫോർട്ട് വില്യം എന്നാണ് കേട്ടോ. ഫോർട്ട് വില്യം ആണ് പഴയ പേര്. ഫോർട്ട് വില്യത്തിന്റെ പുതിയ പേര് ചോദിച്ചാൽ എന്താണ്? വിജയ് ദുർഗ് എന്നതാണ്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേരാണ് വിജയ് ദുർഗ്. അപ്പോൾ നിലവിലെ കരസേനാ മേധാവി ആരാണ്? നിലവിലെ കരസേനാ മേധാവി. നിലവിലെ കരസേനാ മേധാവി ചോദിച്ചാൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ദ്വിവേദിയാണ് ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവി. അപ്പോൾ ഇന്ത്യയുടെ കരസേനാ മേധാവി, നാവികസേനാ മേധാവി, വ്യോമസേനാ മേധാവി മൂന്നും നമ്മൾ കോഡ് വെച്ച് പഠിച്ചു പോയിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം, നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ നിലവിലെ കരസേനാ മേധാവിയാണ് ഉപേന്ദ്ര ദ്വിവേദി. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേര് ചോദിച്ചാൽ വിജയ് ദുർഗ് എന്നതാണ്. പഴയ പേരും പഠിച്ചു വെക്കുക, ഫോർട്ട് വില്യം ആണ്. IVF-ലൂടെ ലോകത്തിൽ ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം. IVF-ലൂടെ ലോകത്തിൽ ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ചോദിച്ചാൽ ഓസ്ട്രേലിയ. IVF-ലൂടെ ലോകത്തിൽ ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. സമുദ്രയാൻ എന്നത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിങ് മെഷീൻ സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിങ് മെഷീൻ സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിങ് മെഷീൻ സ്ഥാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇന്ത്യയിൽ ചോദിച്ചാൽ എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ബുക്ക് വെൻഡിങ് മെഷീൻ സ്ഥാപിച്ചിട്ടുള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുക്ക് വെൻഡിങ് മെഷീൻ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന
വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടന. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് ആണ് കേട്ടോ. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത്. ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ജമ്മു ആൻഡ് കാശ്മീരിലാണ് ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം. രാജ്യത്ത് ഏക സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡാണ് രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം. ഓർത്തിരിക്കുക, രാജ്യത്ത് ഏക സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരാഖണ്ഡാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട സാധ്യതാ ചോദ്യങ്ങളാണ്, ആനുകാലിക ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്